നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുൺ എന്തോ പറ്റിയിട്ടുണ്ട് സാറേ. ദേ അവന്റെ ഫോൺ. ഞാൻ മുത്തശ്ശിയോടൊന്ന് പറയട്ടെ? അത് വേണ്ട. അമ്മ ഇപ്പൊ അതറിഞ്ഞാൽ തളർന്ന് വീണുപോകും. ഭഗവാനെ, കൃഷ്ണ, വരുൺ എന്തെങ്കിലും ആപത്തുണ്ടോ? വരുണെ കാത്തോളണേ, ഒന്നും സംഭവിക്കാതെ നോക്കിക്കൊള്ളേ കൃഷ്ണ. സാറേ, 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 കേറി വാ ബിജു. എവിടെ സാറേ? സാറേ, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ വരുണിനെ അന്വേഷിച്ച് പോയതാ സാറേ. വരുൺ ബീച്ചിലുണ്ടാവുമെന്ന് കരുതിപ്പോയി. അവിടെ ചെന്നപ്പോ വരുൺ എന്തോ പറ്റിയിട്ടുണ്ട് സാറേ. ദേ അവന്റെ ഫോൺ. ഞാൻ മുത്തശ്ശിയോടൊന്ന് പറയട്ടെ? അത് വേണ്ട. അമ്മ ഇപ്പൊ അതറിഞ്ഞാൽ തളർന്ന് വീണുപോകും. എന്നാ ഹോസ്പിറ്റലിൽ ഇറങ്ങിക്കട്ടെ? എന്താ നീ പറയുന്നത്? തളർന്നു കിടക്കുന്ന ഏട്ടന്റെ അരികിലേക്ക് ഇങ്ങനൊരു വാർത്ത കൂടി എത്തിയ ഏട്ടൻ പിന്നെ ബാക്കിയുണ്ടാവോ? എന്റെ ദൈവമേ, ഇവൻ എന്താ ഈ കാണിച്ചത്? ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാണ് സാറേ. പിന്നെ ഇവിടെ വന്നിട്ട് സാറിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോവാന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്, ഞാൻ ACP ഒന്ന് വിളിക്കട്ടെ. അവിടെ അടുത്തൊന്നും വരുണില്ലാന്ന് ഉറപ്പാണോ നിനക്ക്? നീ ശരിക്കും നോക്കിയോ? പിന്നെ ഞാൻ അവിടെ മുഴുവൻ തിരക്കി, അവിടെ ഒന്നുമില്ല. എനിക്കത് പേടിയാവുന്നു. വരുണിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഹലോ, ACP റാണ പ്രതാപനല്ലേ? ഞാൻ ചന്ദ്രശേഖരനാ, കണിമംഗലത്ത് നിന്ന്. സാർ, എനിക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്. എന്താ കൽപ്പന നമ്മുടെ കുടുംബത്തിന് സംഭവിക്കുന്നത്? പ്രിയങ്കയുടെ പെരുമാറ്റം മൂലം ഏട്ടൻ തളർന്നു കിടക്കുന്നു. ഇനിയിപ്പോ വരുൺ കാരണം ആർക്കൊക്കെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് പ്രിയങ്കയോട് പറയണ്ടേ? തൽക്കാലം എല്ലാം ചന്ദ്രേട്ടൻ പറയുന്ന പോലെ ചെയ്താൽ മതി. എല്ലാം ചന്ദ്രേട്ടൻ നോയിക്കോളൂ. ACP ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിക്കും. സർക്കിളിന്റെ നേതൃത്വത്തിൽ തന്നെ തിരയാൻ ആളെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ കൂടെ അങ്ങോട്ട് ചെല്ലാം സാറേ. പോലീസുകാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. വേണ്ട, നീ ഇപ്പൊ ഈ അവസ്ഥയിൽ എങ്ങോട്ടും പോവാൻ നിൽക്കണ്ട. അല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറേ, ഞാൻ പോവാം. മറ്റുള്ളവരെ പോലെ നീയും ഈ കുടുംബത്തിലെ അംഗമാ. വരുണിന്റെ കാര്യത്തിൽ നിനക്ക് എത്ര ടെൻഷൻ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നത്, തൽക്കാലം നീ താഴേക്ക് ചെല്ല്. അവൻ അങ്ങനെ ഒന്നും പറ്റില്ല. ഈശ്വരൻ അങ്ങനെ നമ്മുടെ കുടുംബത്തെ പരീക്ഷിക്കില്ല. നീ ചെല്ല്. അതെ, ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഏട്ടത്തി വിളിക്കും. തൽക്കാലം ഫോൺ എടുക്കണ്ട. വേറൊന്നും കൊണ്ടല്ല, ഫോൺ എടുത്താ ഉള്ളിലെ സങ്കടം തിങ്ങി നീ എന്തെങ്കിലും പറഞ്ഞു പോവും. ഏട്ടനെ ഓർത്തിട്ടാടാ പറയുന്നേ. ഞാൻ പറയൂല സാറേ. എന്നാലും എന്റെ വരുണിന് എന്ത് പറ്റിയോ എന്തോ.
തെളിവുകൾ സത്യമാണെങ്കിൽ ഇനി കണിമംഗലത്ത് വരുണില്ല അല്ലേ ചെറിയച്ച? ശരിയാടി മോളെ. ചില നേരത്ത് ഈശ്വര കടാക്ഷം വരുന്ന വഴിയെ നമുക്കാർക്കും മനസ്സിലാവില്ല. അല്ലെങ്കിൽ പ്രിയങ്ക ഉണ്ടാക്കിയ ഒരു ചെറിയ വിഷയത്തില് ഏട്ടൻ നെഞ്ചുകുത്തി വീഴേണ്ട കാര്യമുണ്ടോ? അതേ വിഷയത്തിൽ ഒരുത്തൻ കടലിലേക്ക് ഇറങ്ങി പോകേണ്ട കാര്യമുണ്ടോ? അതെ, പോലീസുകാർ ചെന്ന് അന്വേഷിക്കുമ്പോ ചിലപ്പോ കണ്ടുപിടിച്ചാലോ? അതിനാര് പോലീസിനെ വിളിച്ചു? തൽക്കാലം ബിജുവിനെ ഒന്ന് വിശ്വസിപ്പിക്കണമായിരുന്നു. അവനിപ്പോ സംശയമൊന്നുമില്ല. കണിമംഗലത്തെ കുടുംബാംഗമാണ് അവനെന്ന് പറഞ്ഞപ്പോ അവന്റെ കണ്ണ് തള്ളിപ്പോയത് കണ്ടില്ലേ? ആ സന്തോഷത്തിൽ അവൻ ഇരുന്നോളും. എത്രയോ കാലമായി കാത്തിരിക്കുന്ന അവസരം എത്ര തവണ പരാജയപ്പെട്ടു. പക്ഷെ ഇനി വിട്ടുകൊടുക്കില്ല. ഈ അവസരം നമ്മൾ ഉപയോഗിക്കും, അച്ഛനെയും മോനെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ. കൽപ്പനെ, കണിമംഗലം ഭരിക്കാൻ തയ്യാറായിക്കും. ദൈവമേ, ഞാൻ അമ്മയോട് എന്ത് പറയും? മോനെ ഗൗതം, ഒന്നിങ്ങ് വാ. എന്താ അലീമേ? എടാ, വരുണിനെയും ബിജുനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്താ കാര്യമെന്നറിയില്ലല്ലോ. അച്ഛൻ അവിടെ ഉണ്ടല്ലോ അലീമേ, എല്ലാം അച്ഛൻ നോക്കിക്കോളൂ. ഏട്ടൻ കണ്ണു തുറക്കുമ്പോ ആദ്യം ചോദിക്കുന്ന വരുണിനെ ആയിരിക്കും. അവൻ ഇവിടെ ഇല്ലാതെ പറ്റില്ല. അവൻ വരും. വല്യച്ഛന് സുഖമില്ലെന്ന് അറിഞ്ഞ അവൻ ഓടി വരും. വല്യമ്മ പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. വരുൺ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.